കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് മമ്മൂട്ടി. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് മലയാള സിനിമയുടെ പാട്രിയാർക്കായി ഉമ്മറപ്പടിയിൽ ഇന്നും മമ്മൂക്കയുണ്ട്. യുവതാരങ്ങളെ പോലും പിന്നിലാക്കും വിധമാണ് മമ്മൂക്ക തൻ്റെ സിനിമാ ജീവിതത്തെ പുതുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇന്ന് മമ്മൂട്ടിക്ക് പകരക്കാരില്ല. മമ്മൂട്ടി ഇല്ലാത്തൊരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും പോലും സാധിക്കില്ല. എന്നാൽ മമ്മൂട്ടിയുടെ ഒരു താരോദയവും വളർച്ചയൊന്നും ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്ന വേഗത്തിലല്ലായിരുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനം അതിന് പിന്നിലുണ്ട്. കരിയറിൻ്റെ തുടക്കത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ ക്ഷമയോടെ നേരിട്ടുകൊണ്ടാണ് മമ്മൂക്ക മലയാള സിനിമയിൽ ഒരിടം നേടിയെടുത്തത്. കരിയറിൻ്റെ തുടക്കത്തിൽ എന്നതുപോലെ തന്നെ പിന്നീട് മമ്മൂട്ടി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 1980കളുടെ മധ്യത്തിൽ തൻ്റെ സിനിമകൾ തുടരെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നത് മമ്മൂക്ക കണ്ടു. ഇതോടെ മലയാള സിനിമാ ലോകം മമ്മൂട്ടിയെ ബോധപൂർവം തന്നെ മാറ്റി നിർത്താനും തള്ളിക്കളയാനും തുടങ്ങിയിരുന്നു. എന്തിന് മമ്മൂട്ടി തന്നെ തൻ്റെ കരിയർ അവസാനിപ്പിച്ചതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒരിക്കൽ BBC നൽകിയ കരൺ ഥാപ്പർ നടത്തിയ അഭിമുഖത്തിൽ 80കളിൽ തനിക്ക് നേരിടേണ്ടി വന്ന തുടർ പരാജയങ്ങൾ എത്രത്തോളം തന്നെ ബാധിച്ചുവെന്നും കരിയർ അവസാനിച്ചു എന്ന് കരുതിയെന്നുവരെ മമ്മൂട്ടി തുറന്നു പറഞ്ഞതാണ്. എനിക്ക് അത് വളരെ മോശം സമയമായിരുന്നു. വീണ്ടും ഉയർന്നു വരാൻ സാധിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ഏറെ ദുഃഖിതനായി. എന്നെ വളരെ മോശമായി അവഹേളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മമ്മൂട്ടി ആ ഒരു സമയത്ത് പറഞ്ഞത്. ഇന്ന് അത് ആലോചിക്കുമ്പോൾ ചെറിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അന്നത്തെ അനുഭവങ്ങൾ വളരെ മോശമായതുകൊണ്ടും ഒരു നടൻ എന്ന നിലയിൽ എന്നെ വിലക്കുറച്ച് കണ്ടിരുന്ന ആളുകൾ അതാണ് പിന്നീട് എനിക്ക് ഒരു പുതുജന്മം നൽകിയത് എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. തുടർ പരാജയങ്ങളിൽ നിന്നും മമ്മൂട്ടി തിരിച്ചു വന്നത് സമാനതകളില്ലാത്ത വിധമായിരുന്നു. 1987 പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ് മമ്മൂട്ടിയെ മലയാള സിനിമയുടെ താരരാജാവിൻ്റെ സിംഹാസനത്തിലേക്ക് അവരോധിക്കുന്നത്. തുടർ പരാജയങ്ങളുടെ ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ മമ്മൂട്ടി അന്ന് ഉയർത്തെഴുന്നേറ്റു. അന്ന് തന്നെ സംബന്ധിച്ച് ന്യൂഡൽഹി എന്നത് വളരെ ഡെസ്പറേറ്റ് ആയൊരു ശ്രമം മാത്രമായിരുന്നുവെന്നാണ് മമ്മൂക്ക അന്ന് പറഞ്ഞത്. അതേസമയം മമ്മൂട്ടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പൾസ് ആണ്. ഗൗതം വാസുദേവ് മേനോൻ ആയിരുന്നു സിനിമയുടെ സംവിധാനം. അതേസമയം സിനിമ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്കയാണ്. പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലുമൊത്ത് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയടക്കം വലിയ സിനിമകളൊക്കെ ഇനി അണിയറയിലുണ്ട്.